ഹലോ, മഞ്ചേരിയിൽ വന്നപ്പോഴേ നല്ല അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ടോ. ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ സാധാരണത്തെ രീതിയിൽ ഇങ്ങനെ വരാറുണ്ടല്ലോ. അതായത് കണ്ടില്ലേ, നല്ല അതിമനോഹരമായ മൺചട്ടികളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഓണച്ചന്തട്ടോ, ഓണം വിപണന മേള എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെപ്റ്റംബർ 1, 2, 3 എന്നുള്ള ദിവസങ്ങളിലാണ്. എന്തൊക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് മൺകലം എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു കേട്ടോ. ഓട്ടട ചട്ടിയില്ലേ നമ്മളെ ഓട്ടട, ആ ഓട്ടടൻ്റെ ചട്ടി എൻ്റേത് പൊട്ടിപ്പോയിന്. അപ്പോൾ അത് ഗ്യാസ് അടുപ്പത്തും വെക്കാൻ പറ്റണം, അങ്ങനത്തെ രീതിയിലുള്ളതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇവിടെ നല്ല അതിമനോഹരമായ ചട്ടികളുണ്ട് കേട്ടോ. വലിയ വലിയ ടൈപ്സിലുള്ള ചട്ടികൾ, നല്ല ഉരുളി പോലത്തെ ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി ഐറ്റംസിലുള്ള ഓട്ടട ചട്ടികളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല കനം കുറഞ്ഞ ടൈപ്സിലുള്ളത്, നല്ല വെയിറ്റ് ഇല്ലാത്ത ചട്ടി, അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ള ചട്ടി. ഞാൻ ഇപ്പോൾ ഒരു ചട്ടി എടുത്തു, വെയിറ്റുള്ളൊരു ചട്ടി കേട്ടോ. ഇവിടെ കണ്ടില്ല, നല്ല ഒരുപാട് വെയിറ്റുള്ള ചട്ടി നോക്കട്ടെ. ഞാൻ നേരത്തെ എടുത്ത മോഡലില്ലേ ആ വെയിറ്റുള്ള ചട്ടി ഇവിടെ, ഇതാണ് അതിൻ്റെ മോഡല് അല്ലല്ലേ? ഇതൊരു പെരന്ന ചട്ടി, നല്ല കുണ്ടുള്ള ടൈപ്സിലുള്ള ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൺകലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കണ്ടില്ലേ, നല്ല അടിപൊളി വെയിറ്റ് ഉള്ള ചട്ടി കേട്ടോ. ഗ്യാസ് അടുപ്പത്തും ഒക്കെ വെക്കാൻ പറ്റണേ നല്ല വെയിറ്റുള്ള ചട്ടിയാണിത്. ഓക്കെ, ഇതിന് പല വെറൈറ്റി ഐറ്റംസും ഉണ്ട്. ഇതാ ഈ ടൈപ്സിൽ പരന്നതുണ്ട്, 10 രൂപ ഇടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ടൈപ്സിലുള്ളതുണ്ട്. ഇതാ പിന്നെ ഇങ്ങനെ ഈ കാതുള്ള ടൈപ്പ് അതുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല രസമുള്ളൊരു സഫമോൾ ഈ ഇതിമൊക്കെ കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൾ ഈ കുഞ്ഞി പാത്രത്തുമൊക്കും അവൾക്ക് പറ്റിയൊരു കുഞ്ഞി കൊടുക്കൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതാ ചെറുത് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ. അപ്പോൾ അത് ഒരുപാട് ചട്ടികളും പാത്രങ്ങളും കണ്ടിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഓട്ടടൊക്കെ ചുരുന്നെ 10 ചട്ടി എടുത്തു, ഒരു മൂടി എടുത്തു കേട്ടോ. അപ്പോൾ അത് അവരിവിടെ കവറിലാക്കി വെച്ചിക്കണേ. അപ്പോൾ ഇനിയും ഈ ഭാഗത്തൊക്കെ ഉണ്ട്, കുറച്ചും കൂടി നോക്കുക. ഇവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയി. ഇതൊക്കെ എന്താ ചേച്ചിയെ? ഇത് ചെറുപയർ പരിപ്പ് വറുത്തത്, വറുത്ത് വെച്ചതാണല്ലേ? വറുത്തത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വറുക്കേണ്ട ആവശ്യമില്ലത്, നേരിട്ടത് പായസത്തിൽ ഇട്ട് കൊടുക്കാം അല്ലേ, പായസം ഉണ്ടാക്കാൻ. ഓക്കെ, ഇതൊക്കെ പിന്നെ എന്താണ്? അവില്. ഓക്കെ, ചുക്ക് കാപ്പിന്റെ പൊടി. അത് ശരി, നല്ല ചുമ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല മതില്ലേ? ഓക്കെ, പിന്നെ ഇതാ ചാമ അവില്, കമ്പു അവിൽ, ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. എത്ര ദിവസം ഉണ്ടാവും ഇത്? 3 ദിവസമോ? 3 ദിവസം. ശരിയാ. പിന്നെ ഇതോടെ ചെറുതായിട്ടുള്ള രീതിയിൽ ഓക്കെ ഓക്കെ, ഗോതമ്പിന്റെ നൂഡിൽസ് അല്ലേ? അരിയിൽ അതിന് ഷുഗറും ഇതൊക്കെ ആവുമ്പോ ഗോതമ്പ് നൂഡിൽസ്. ഓക്കെ, അതുപോലെ ഇതെന്താ ശർക്കരപ്പേരിയോ? അത് ശർക്കര, അത് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ 30 രൂപയ്ക്ക് ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചിട്ടാണ്. ഇതാ 30, 60. ചെറുതിനൊക്കെ 30. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ എന്താ? റാഗിപ്പൊടി. കുട്ടികൾക്ക് കാൽസ്യത്തിന് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് കാലുവേദനയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ റാഗിപ്പൊടി, അതിനുള്ള പൂളപ്പൊടി. ഓക്കെ, മട്ടേരിൻ്റെ പുട്ടുപൊടി. ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലേ സംഭവങ്ങൾ. അങ്ങനെ നമ്മുടെ നല്ല നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നല്ല അടിപൊളി കോട്ടൺ നൈറ്റികളുണ്ട് കേട്ടോ, അടിപൊളി മനോഹരം. എത്ര വെച്ച് ഇതിനൊക്കെ? 300. നല്ല കോട്ടൺ ആണല്ലേ, നമ്മളീ കാലാവസ്ഥയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ചുങ്കിടി പോലത്തെ നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നൈറ്റികൾ. ഇത് ഫുൾ നല്ല കോട്ടൺ. ഇത് ഹാഫ് ആയിക്കും അല്ലേ? ഇത് ഫുൾ കൈ. ശരി. ഓക്കെ, പാവാട ഒക്കെ നല്ല കോട്ടൺ പാവാടകൾ. ഓക്കെ ഓക്കെ, ചുരിദാർ പറ്റി. ഇത് സാരിയാ? ഓയിൽ സാരികളാണ് ഇതൊക്കെ. ശരി. അപ്പോൾ നല്ല ചൂടിനൊക്കെ പറ്റിയ സുഖമുള്ള നല്ല ഓയിൽ സാരിയൊക്കെയാണ്. ഓക്കെ ഓക്കെ.
ചുങ്കിടി സാരി ഓയിൽ സാരി ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ ബ്രാകളൊക്കെ ഉണ്ട് അല്ലേ? ആ ഓക്കെ. പിന്നെ ഇവിടെ ധോത്തീസ് ഉണ്ട്, കോട്ടൺ തുണി അങ്ങനത്തെ. ഇതൊക്കെ ഫുള്ള് സെറ്റ് സാരി. അതെ, ഇതൊക്കെ സെറ്റ് സാരി ആയിരിക്കും അല്ലേ? ഇത് ഫുള്ള് സെറ്റ് സാരിയാണ്. കുത്താമ്പുള്ളി, അത് തൃശ്ശൂരുള്ള ആ ടീമിൻ്റെ ആയിരിക്കും അല്ലേ? ആ ശരി, ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. കുത്താമ്പുള്ളി ഏജൻസീസിൻ്റെ നല്ല അടിപൊളി പട്ട് സാരികളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നല്ലതാ. ചിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ചിപ്സ്, ശർക്കരപ്പേരി, ഇതൊക്കെ പൂള ചിപ്സ് ഉണ്ട്, അതുപോലെ നുറുക്കുണ്ട്, അതുപോലെ തന്നെ ശർക്കരപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതെന്താ ചിപ്സോ? ബനാന ചിപ്സ്. ബനാന ചിപ്സ് ഇങ്ങനെ പാക്കറ്റിൽ കേട്ടോ. പൊട്ടാറ്റോൻ്റെ. അത് ശരി. ഇപ്രാവശ്യം അധികമൊന്നുമില്ല ബിസിനസ്, എന്നാലും ഉള്ള നല്ല അടിപൊളി ബിസിനസ്സുകളാണ് കേട്ടോ. അതൊക്കെ നല്ല ധോത്തീസ് കാര്യങ്ങളൊക്കെയാണ്, സാരികൾ. ഇവിടെ എന്തൊക്കെയുണ്ട്? അച്ചാറോ? അച്ചാറിൻ്റെ അടിപൊളി ഇതാ ഈത്തപ്പഴ അച്ചാർ. ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ, പിന്നെ നെല്ലിക്ക അച്ചാർ, നാരങ്ങ, മാങ്ങ എല്ലാം ഉണ്ടല്ലേ? വെളുത്തുള്ളി അച്ചാർ. വെളുത്തുള്ളി അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇത് കൊണ്ടുപോയിട്ടില്ല. 40. ഇത് മുളക് പൊടിയോ? മുളക് പൊടി, മല്ലിപ്പൊട്ടൊക്കെ കുടുംബശ്രീൻ്റെ ഉൽപ്പന്നമാണല്ലേ? മഞ്ഞൾപ്പൊടി. ഇത് ഹണി, നല്ല തേനതാ. ഇതെന്ത് തേന? കാട്ടുതേന, തേന്. അതുപോലെ തന്നെ ഇതാ പുളിയുണ്ട്, പപ്പടം, ഉണക്കമുളക്, കയ്പ ഒക്കെ ഉണ്ടല്ലേ? കൊണ്ടാട്ട മുളകുണ്ട്. ഇതൊക്കെ വെളുത്തുള്ളി അച്ചാറാ? അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറണം. എല്ലാ ടൈപ്സിലുള്ള അച്ചാറുകളും കേട്ടോ. ഓക്കെ, ഈ ഭാഗത്തൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ഹലോ ചേച്ചി, എന്താ ഇതിനെക്കുറിച്ച്? ഇതെന്ത് സംഭവം? ഇവരെന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നാച്ചുറലായിട്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ശരിക്കും നേരിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി. 70 രൂപ. പിന്നെ ഇതാ ഉണക്കമുളക് ഉണ്ട്, പിന്നെ കടലകളുടെ ഐറ്റംസ്. മീനച്ചാറ്. മീനച്ചാറെന്ന് പറയുമ്പോൾ തന്നെ വായിൽ ഒരു കുടം വെള്ളമാണ്. മീനച്ചാറ്. ഇത് എന്ത് മീനതില്? പേതല്. ഓക്കെ ഓക്കെ. ബീഫ് അച്ചാറുണ്ടോ? മിക്സഡ് അച്ചാർ. ഓക്കെ, അപ്പോൾ നമ്മൾ അച്ചാറുകളെ കണ്ടു. ഇതൊക്കെ ഇവിടുത്തെ എത്ര ദിവസം ഉണ്ടാവും? 3-ാം തീയതി ലാസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ? ഇത് എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട പോലത്തെ സംഭവങ്ങൾ കേട്ടോ. ഇതെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റും. ഇത് നിങ്ങൾ മുടഞ്ഞുണ്ടാക്കിയതാ? അത് ശരി. ഒന്നും കേട് വരില്ല അല്ലേ? ഇതെന്ത് വേണമെങ്കിൽ നമുക്ക് തന്നെ ഇട്ടൊക്കെ വെക്കാം അല്ലേ? ഇട്ട് വെക്കാൻ, വള, മാല അതൊക്കെ യൂസ് ചെയ്യാൻ, പൂക്കൊട്ടായിട്ട് അങ്ങനെയൊക്കെ പറ്റുന്ന നല്ല അതിമനോഹരമായ കൊട്ടകൾ കേട്ടോ. എന്താ നല്ല ഒന്ന് നനഞ്ഞാലൊന്നും പ്രശ്നമില്ല അല്ലേ? ഇത് എന്താ പഴയ മോഡൽ, ഈ വെള്ളം മുക്കണേ പാളൻ്റെ അങ്ങനത്തെ ഒരു സംഭവം അല്ലേ? വെക്കുമ്പോഴൊക്കെ നല്ല അലങ്കരിച്ച് ഇങ്ങനെ മനോഹരമായി ഇട്ട് വെച്ചാൽ മതി അല്ലേ? ഒരു കേടും പറ്റൂല. അപ്പോൾ സംഭവം അടിപൊളി. അപ്പോൾ അതുപോലെ തന്നെ നല്ല മുറം കാണും കേട്ടോ. കണ്ടില്ലേ? ചെറിയ മുറം, നല്ല. ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ മുറ ആയതുകൊണ്ട് പിന്നെ ഒരു കംപ്ലൈൻറ്റും വരാൻ ചാൻസ് ഇല്ല. മറ്റേതൊക്കെ നമുക്ക് ചെതലടിച്ച് പോവും, കേടുവന്ന് പോകുകയും ചെയ്യുന്നത്. അത് കഴുകി വെക്കുകയും ചെയ്യാം അല്ലേ? നല്ല അടിപൊളി മുറങ്ങൾ കേട്ടോ. വലിയ മുറമുണ്ട്, ചെറുതിന് എത്രയാണ്? മറ്റേതോ? 20 ഉണ്ടല്ലേ? നല്ല അടിപൊളി മുറങ്ങൾ കേട്ടോ. ഒരു കേടും പറ്റൂല. കണ്ടില്ലേ? കഴുകാനും പറ്റൂലേ? ഇത് പിന്നെ എന്താ? ലിക്വിഡുകൾ അല്ലേ? ഇതാ മറ്റേ വെളിച്ചെണ്ണ വെക്കണ സംഭവം. ഓക്കെ ഓക്കെ. ചായപ്പൊടി. ഓക്കെ. ഇതാ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണത് തന്നെ അല്ലല്ല? അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കില്ല? നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്മ ഭയങ്കര കലാകാരിയല്ലേ? എല്ലാം ഉണ്ടാക്കിക്കണ്. നിങ്ങളൊന്നും പഠിച്ചില്ല? താഴൊക്കെ ഉണ്ടല്ലേ?
ആ അരി കഴുകാനൊക്കെ പറ്റും. നല്ല കൊട്ടകൾ ഇട്ടാ കണ്ടാ, സംഭവം നല്ല അടിപൊളി. കണ്ടില്ലേ, എത്ര അരിയും കഴുകിയിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊട്ടക്ക് പകരം യൂസ് ചെയ്യാം അല്ലേ. ആ ഓക്കെ. എടാ മോനത് പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് അല്ലത്. ആ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക്? എല്ലാരും വാങ്ങിക്കോളി, അടിപൊളി സാധനം പറഞ്ഞോ. ഇവിടെ എന്തൊക്കെ, ഇതെന്താ കോക്കനട്ട് ഓയിലാ? ഓയില്. ഇത് കോഫി പൗഡർ ഒക്കെയാണ്. ഓക്കെ. ഇവിടെ കൊണ്ടാട്ടമുളക് കാര്യങ്ങൾ ഉഴുന്ന് ഇതുപോലെ തന്നെ സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നല്ല മൺചട്ടിയുടെ ശേഖരം ഉണ്ട് കേട്ടോ. അടിപൊളി മൺചട്ടിയുടെ വിപുലമായ ശേഖരം. ഓക്കെ. ഞാൻ ഇതവിടെ ഉണ്ട് ഒരുപാട് നല്ല നല്ല നെയ്ച്ചട്ടി പാത്രങ്ങളൊക്കെ. നല്ല രസമല്ലേ ഇത് കാണാൻ. നല്ല ഇറച്ചിയൊക്കെ വെക്കാൻ പറ്റിയ ചട്ടി കണ്ടില്ലേ, നല്ല അടിപൊളി. ഇതെന്താ ബെഡ്ഷീറ്റ് മോനെ? ഇത് ചവിട്ടില്ല. ഇത് നല്ല സാധനം കേട്ടോ. വെള്ളം പെട്ടെന്ന് വലിയത്, ഇങ്ങനെ നഞ്ഞ് കിടക്കൂലേ, അത് വാങ്ങിയിരുന്നു. നല്ല സാധനം ഉണ്ട്, നല്ല പ്രൊഡക്റ്റ്. മലപ്പുറം മുത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ ഓണച്ചന്തയിലൊക്കെ എത്തി. കുറേ സാധനങ്ങളെ കണ്ടു കേട്ടോ. ഞാൻ വാങ്ങിയത് മൺചട്ടിയാണ്, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നല്ല ബാഗ്, അതുപോലെ തന്നെ ഇതാ ചവിട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഓണച്ചന്ത കണ്ടു. ചട്ടി എനിക്ക് ആഗ്രഹിച്ചത് ചട്ടിക്ക് വേണ്ടി വന്നതിനും അത് വാങ്ങിട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. സഫമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്, എന്ത് വാങ്ങണം വിചാരിച്ചിട്ട്. പൂള ചിപ്സ് വാങ്ങാൻ വന്നില്ലേനാ മുത്ത്? വാങ്ങിയാ? ആ ഓക്കെ. മാക്സി. അപ്പോൾ ഒരു മാക്സി ഇതെടുത്താണ്. ഇതിട്ടാ അത് അതൊന്ന് ഓപ്പൺ ചെയ്യോ? അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മാക്സി. ആ ഓക്കെ. നല്ല വീതിയൊക്കെ ഉണ്ടത്. ആ വീതി നീളൊക്കെ നല്ലൊരു മാക്സി കണ്ടിട്ടുണ്ട്. കഴുത്തോ? ആ ഇങ്ങനത്തെ അല്ലേ? വർക്കില്ലാത്ത മാക്സി ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ നേരത്തെ എടുത്ത അതേ മോഡലായിരിക്കും അല്ലേ? അതിന്റെ കളർ ചേഞ്ച്. അതന്നെ നോക്കട്ടെ. നല്ല അത് എനിക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇത് ഇഷ്ടപ്പെട്ടു, പുള്ളി ഇഷ്ടപ്പെട്ടു. വേറൊന്നല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതൊന്ന് നിർത്തി കാണേ. അപ്പോൾ ഒരു നൈറ്റിയെങ്കിലും എടുക്കാൻ ഞാൻ മോശമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. ആ ഇത് വലിപ്പമൊക്കെ ഉണ്ടല്ലേ? എത്രയാണ്? 300? ആ 350. ഗൂഗിൾ പേ അല്ലേ? ആ എന്നാ അതൊന്ന് എടുത്തോളൂ കേട്ടോ. ആ 350 ഒരു നൈറ്റി ഞാൻ എടുത്തിട്ടോ. നമ്മളെ ചട്ടിൻ്റെ പൈസ കൊടുത്താ? അപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്തത് കാരണം നമ്മൾ ചട്ടിൻ്റെ പൈസ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. എൻ്റെ ചട്ടി. അപ്പോൾ എൻ്റെ ചട്ടി ഞാൻ വാങ്ങാണ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ആക്കിക്കോളൂ, നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. സോറി. എത്രയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത്? 80 70? 150? ആ എന്നാൽ ഓക്കെ. അങ്ങനെ 150 രൂപക്ക് ഞാൻ ചട്ടി വാങ്ങിയിട്ടുണ്ട്. സഫമോള് ചട്ടിയിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓണച്ചന്തത്തെ സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ട് പ്രാവശ്യം ഞാൻ കണ്ടത്. ഓക്കെ. ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും. എന്താ പായസോ എന്ത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ നാളെ നിങ്ങൾ വരുമോ? മിഠായിയാണ് ഇതിൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റ്. മിഠായി എവിടെ ഉണ്ടാ? കയ്യിലുണ്ട്? അപ്പോൾ ഫുള്ള് വിറ്റ് കഴിഞ്ഞാ? ആ നാളെ എല്ലാവരും പോകുന്നുണ്ട്. ഇതിന് നല്ല മിഠായിക്ക് ഉണ്ട്. ഓക്കെ.